ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. അപ്പോൾ ആദ്യം പോകുന്നത് തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്കാണ്. കൊട്ടിക്കയറുന്ന തെരഞ്ഞെടുപ്പ് ആവേശം. ഈ ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ സ്പോൺസേഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ് കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 11 ദിവസം മാത്രം ശേഷിക്കെ എൻഡിഎ ക്യാമ്പിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. പാലക്കാടും തൃശൂരും മോദിക്ക് തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ ഉണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലെത്തും. നിയമമണ്ഡലത്തിലെ വികസന സംവാദത്തിന് മന്ത്രി വി ശിവൻകുട്ടി എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് നൽകിയ ദിവസം ഇന്നാണ്. എന്നാൽ വെല്ലുവിളിയുമായി രംഗത്ത് വന്ന രാജീവ് ചന്ദ്രശേഖർ പിന്നീട് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്ന ദിവസമാണ് എന്ന കാരണം പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയായിരുന്നു. വിപിൻ സി വിജയൻ ഒപ്പം മേഘ്ന മുരളി ചേരുകയാണ്. ആദ്യം വിപിൻ സിയിലേക്കാണ്. വിപിൻ, മോദി എത്തുകയാണ്. 2 ഘട്ടമായി പ്രചരണത്തിന് മോദി കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതിൽ ആദ്യഘട്ട പ്രചരണമാണ് ഇന്ന് നടക്കുന്നത്. പ്രത്യേകിച്ച് പോകുന്ന ജില്ലകൾ, അല്ലെങ്കിൽ മോദി ഇന്ന് പ്രചരണത്തിൽ ഇറങ്ങുന്ന 2 ജില്ലകളിലും BJP NDA വലിയ പ്രതീക്ഷ വെക്കുന്നിടങ്ങളാണ് തൃശൂരും പാലക്കാടും. ഗുഡ് മോർണിംഗ് ഗോകുൽ ദില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 2ാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. പറഞ്ഞതുപോലെ തന്നെ NDA ക്യാമ്പിന് അത് വലിയ ആവേശം തന്നെ ഉണ്ടാക്കുന്നു. ഇന്ന് ഉച്ചയോടെ ഏകദേശം 2 മണിയോട് കൂടി പാലക്കാടാണ് ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടി. മേഴ്സി കോളേജിൽ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന അദ്ദേഹം നേരെ കോട്ട മൈതാനത്തേക്കാണ് എത്തുന്നത്. അവിടെയാണ് പൊതുസമ്മേളനം വെച്ചിരിക്കുന്നത്. കോട്ട മൈതാനത്തെ പൊതുസമ്മേളനത്തിൽ 12 നിയോജക മണ്ഡലങ്ങളിലെ NDAയുടെ സ്ഥാനാർത്ഥികൾ അവിടെ എത്തുകയും പ്രധാനമന്ത്രിയുമായി സംസാരിക്കും. ഒപ്പം തന്നെ വേദി പങ്കിടും. NDAയുടെയും ഒപ്പം തന്നെ BJPയുടെയും ദേശീയ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ സജീവമായി തന്നെ നിൽക്കുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള, ഒപ്പം തന്നെ ഈ ഡീൽ വിവാദം, ഇതിലൊക്കെ തന്നെ പ്രധാനമന്ത്രി എന്തായിരിക്കും പറയുന്നത്, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ, NDA മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 4 മണിയോട് കൂടിയാണ് അദ്ദേഹം പിന്നീട് തൃശ്ശൂരിലേക്ക് വരുന്നത്. തൃശ്ശൂരിലാണ് വൻ റോഡ് ഷോ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് കുട്ടനെല്ലൂരിൽ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന അദ്ദേഹം ജനറൽ ആശുപത്രിയുടെ അവിടെ നിന്നും ഏകദേശം ഒരു 400 മീറ്ററോളം വരുന്ന ഒരു സ്ഥലത്ത്, അതായത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സ്വരാജ് റൗണ്ടിനോട് ചേർന്നിട്ടുള്ള ഒരു 400 മീറ്റർ സ്ഥലത്താണ് റോഡ് ഷോ നടത്തുന്നത്. 50,000-ഓളം ആളുകൾ പങ്കെടുക്കും എന്നുള്ളത് BJP ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നു. ഒരു പുലികളിയും മാർഗംകളിയും ഒക്കെ ആയി ഒരു കളർഫുൾ പരിപാടിയാക്കാൻ തന്നെയാണ് BJP അത് ലക്ഷ്യമിടുന്നത്. അവിടെ പ്രധാനമന്ത്രി അവിടെ സംസാരിക്കില്ല. ഈ റോഡ് ഷോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ആ ഒരു പ്രദേശത്താകെ ഒരുക്കിയിരിക്കുന്നത്. തൃശ്ശൂരിൽ ഇന്ന് 11 മണി മുതൽ വൈകിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നവരെ 1 മണിക്കൂറോളം റോഡ് ഷോ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അങ്ങനെ 1 മണിക്കൂറാണെങ്കിൽ ഒരു 6:30 വരെ വൻ ഗതാഗതത്തിനൊക്കെ തന്നെ നിയന്ത്രണമുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ വലയത്തിലാണ് ഇന്നിപ്പോൾ പാലക്കാട് കോട്ട മൈതാനവും ഒപ്പം തന്നെ തൃശ്ശൂരുമുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വീണ്ടും വരുമ്പോൾ അത് NDA ക്യാമ്പിനെ, പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു ആവേശമാണ്. കാരണം എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. പറഞ്ഞതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂര്, വട്ടിയൂർക്കാവ്, നേമം ഉൾപ്പെടെയുള്ളവ, അവിടെയൊക്കെ കുറച്ചുകൂടി ആവേശമാകും എന്നുള്ളത് തന്നെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. 2ാം ഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. അത് 4-ാം തീയതിയാണ്. അത് കോട്ടയത്തേക്കാണ്. ന്യൂനപക്ഷ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി BJP ലക്ഷ്യമിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി കോട്ടയം ലക്ഷ്യമാക്കി അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വരുന്നു. അപ്പോൾ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് പരമാവധി കേരളത്തിലേക്ക് വരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ കളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് 3 മുന്നണികളും ഒരുപോലെ ലക്ഷ്യമിടുന്നത്. അതിന്റെ ആദ്യപടി ചെയ്ത പ്രധാനമന്ത്രി കേരളത്തിലേക്ക് ഇന്ന്. ഗോകുൽ. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വലിയ ആവേശപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിക്കാൻ, മോദിയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് BJP NDA. ഇന്ന് 2 ഇടങ്ങളിൽ, തൃശ്ശൂരിലും പാലക്കാടും, അവിടെ 2ഇടത്തും, പ്രത്യേകിച്ച് പാലക്കാട് ഡീൽ വിവാദം തുടങ്ങിയ ഇടമാണ്. അപ്പോൾ അത്തരം വിവാദങ്ങളോട് പ്രധാനമന്ത്രി പ്രതികരിക്കുമോ? ആ ഡീൽ വിവാദത്തെ കഴിഞ്ഞ ദിവസം പുച്ഛിച്ച് തള്ളി, അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ ചിരിച്ചു തള്ളി എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് പ്രധാനമന്ത്രിയോട് സംസാരിച്ചപ്പോൾ. ഇനി വരാനിരിക്കുന്നത് കോട്ടയത്തേക്കാണ്. പാലായിലേക്കൊക്കെയാണ് അദ്ദേഹം അടുത്ത ഘട്ടത്തിൽ വരിക. നേമത്തിൽ നിന്ന് മേഘ്ന മുരളി കൂടി ചേരുകയാണ്. നേമത്തിൻ്റെ ചൂട്, അല്ലെങ്കിൽ നേമത്തെ ചർച്ചകളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ലാപ്പിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ഉയരുന്ന മണ്ഡലമായി മാറുന്നു. അങ്ങനെ എല്ലാ മുന്നണികളും, എല്ലാ സ്ഥാനാർത്ഥികളും പരസ്പരം പരാതികൾ ഉന്നയിക്കുന്നു, ഒപ്പം വെല്ലുവിളിക്കുന്നു സംവാദത്തിനായി. ആ സംവാദം ഇന്ന് നടക്കുമോ എന്നത് അറിയില്ല. വി ശിവൻകുട്ടി വെല്ലുവിളിച്ച സംവാദം
പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് വന്നതുകൊണ്ട്. താൻ പങ്കെടുക്കില്ല എന്നാണ് ഈ ചർച്ചകൾക്കൊക്കെ തുടക്കം കുറിച്ചത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്ന രീതിയിലാണ് പിന്നീട് പ്രതികരണങ്ങൾ വന്നത്. എന്തായാലും മേഘന, ഗുഡ് മോർണിംഗ്. എന്താണ് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ, തെക്കൻ കേരളത്തിലെ വിശേഷങ്ങൾ? പ്രചാരണം ഏത് രീതിയിൽ പോകുന്നു? ഗുഡ് മോർണിംഗ് ദിൽന ഗോകുൽ. ഇനി തിരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രം. എല്ലാ മുന്നണികളും ശക്തമായ പ്രചാരണത്തിലാണ്. അതിൽ നേമം മണ്ഡലത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി, എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമായി നേമം മാറുന്നുണ്ട്. അത് എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇത്തവണയും പലവിധ വിഷയങ്ങൾ, ഡീൽ ആരോപണം അടക്കമുള്ള, അതുപോലെ തന്നെ BJP ശിവൻകുട്ടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നു, അതുപോലെ രാജീവ് ചന്ദ്രശേഖരുടെ സ്വത്ത് വിവാദം, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കണ്ടു. ഒടുവിലാണ് ഒരു ജനകീയ സംവാദത്തിന് ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേഖരെ വെല്ലുവിളിക്കുന്നത്. അതിൽ പ്രധാനമായും NDA മുന്നണിയുടെ ഒരു പ്രചരണം എന്ന് പറയുന്നത് നിലവിലെ MLA ആയിട്ടുള്ള ശിവൻകുട്ടി മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഒരു വികസന സംവാദത്തിന് തയ്യാറാണെന്ന് ആദ്യഘട്ടത്തിൽ NDA പറയുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ശിവൻകുട്ടി ഡേറ്റ് നിശ്ചയിക്കുകയും ഇന്ന് ഉച്ചവരെ താൻ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ പൂജപ്പുരയിൽ വെച്ച് സംവാദം നടത്താമെന്നുള്ള കാര്യം ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ വെച്ച് അറിയിക്കുകയും ചെയ്തത്. പക്ഷേ പിന്നീട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ തന്നെ നേമത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരെയാണ് കണ്ടത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. കൂടാതെ ഇന്ന് മോദി കേരളത്തിൽ വരുന്ന ദിവസമാണ്. ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? കൂടാതെ താൻ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, കാരണം താൻ ഇതുവരെ ജനപ്രതിനിധി ആയിരുന്നില്ല. പക്ഷേ ജനപ്രതിനിധി ആയിരുന്ന ശിവൻകുട്ടി എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ജനങ്ങളെ ശിവൻകുട്ടി മണ്ടന്മാരാക്കുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തത്. കൂടാതെ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ശബരിനാഥൻ താനും സംവാദത്തിന് തയ്യാറാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംവാദം നടക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നും രാജീവ് ചന്ദ്രശേഖരുടെ ഷെഡ്യൂൾ നോക്കുമ്പോൾ ഇന്നും രാജീവ് ചന്ദ്രശേഖർ ജില്ലയിൽ തന്നെ വിവിധ പരിപാടികളിൽ, അതുപോലെ തന്നെ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ആ സംവാദത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് ഉച്ചവരെയാണ് ശിവൻകുട്ടി സമയം നൽകിയിരിക്കുന്നത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ അതിന്റെ വേദിയാവുന്നത് പൂജപ്പുരയായിരിക്കും. അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മേഘനയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പങ്കെടുക്കാൻ കഴിയില്ല, അസൗകര്യമുള്ള ദിവസമാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ സംവാദത്തിന് സാധ്യതയില്ല. പക്ഷേ ഇന്നലെ തന്നെ ശബരിനാഥൻ പറഞ്ഞത് സംവാദമാണെങ്കിൽ BJPയും LDFും ഒരുമിച്ച് ഒരു വശത്തും ഞാൻ ഇപ്പുറത്ത് നിന്നോളാം എന്നതാണ് പറഞ്ഞത്. അങ്ങനെ സംവാദത്തിന് വെല്ലുവിളിക്കുമ്പോൾ പോലും അതിലും മറുപടിയിൽ പോലും വലിയ രാഷ്ട്രീയം ഉണ്ടാകുന്നു. അങ്ങനെ ശക്തമായ രാഷ്ട്രീയ പ്രതിവാദങ്ങൾ നേമത്ത് രൂക്ഷമാവുകയുമാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുമുന്നണി കൺവെൻഷൻ ഡൽഹിയിൽ നടക്കും. ഡൽഹിയിലെ സുജിത് ഭവനിലാണ് കൺവെൻഷൻ നടക്കുക. LDF നേതാക്കളും ദേശീയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് പരിപാടി. ഡൽഹി NCRലെ മലയാളികളാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചിറയൻകീഴിൽ ഇന്ദിരാ ഗ്യാരണ്ടി ട്രയൽ ബസ് യാത്ര നടത്തിയത് പ്രതീകാത്മകമായാണെന്നും ആർക്കാണ് അതിൽ പ്രശ്നമെന്നും അടൂർ പ്രകാശ് 24നോട്. KSRTC ബസ്സിലല്ല, പ്രൈവറ്റ് ബസ്സിലാണ് യാത്ര പോയത്. പുതിയ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണെന്നും അങ്ങനെ ചർച്ചകൾ നടന്നിട്ടില്ല എന്നും പറയുന്നു UDF കൺവീനർ. പോറ്റിയെ കേറ്റിയെ പാരഡി പാട്ട് പാടിയ കേസിൽ പഴകുളം മധുവിനെതിരായ പരാതിക്ക് പിന്നിൽ ചില കാര്യങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാൻ ആണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. UDF കൺവീനർ അടൂർ പ്രകാശാണ് ഇപ്പോൾ 24നൊപ്പം ചേരുന്നത്. KPCCക്ക് പുതിയൊരു പ്രസിഡന്റ് വരുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അങ്ങനെ എന്താണ് എന്നതിനെക്കുറിച്ച് അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ അറിയിക്കും. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പഴകുളം മധുവിനെതിരെ പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ്. തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ പരാതി അതെങ്ങനെയാണ് നോക്കിക്കാണും? അല്ല, അത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ നന്നായി അറിയാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പറയുന്നത് ചില പറയുന്ന കാര്യങ്ങൾ ആളുകളെ ഓർമ്മിപ്പിക്കരുത് എന്ന് ഇവർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിൽ ഇടാൻ നടക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ളത് ഒരിക്കലും മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. മറ്റൊരു കാര്യം, ചിറയൻകീഴ് മണ്ഡലത്തിലാണ് ഇപ്പോൾ ഇന്ദിരാ ബസ് ഗ്യാരണ്ടി. ഇതിനെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ജില്ലാ കളക്ടറോട്. അല്ല, എനിക്ക് തോന്നുന്നത് അതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടെ ഒരു പ്രതീകാത്മകമായ ഒരു യാത്ര നടത്തിയതിൽ
ഇവിടുത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥി തന്നെയാണ് പരാതി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LDF സ്ഥാനാർത്ഥി പരാതി കൊടുത്ത് അതിനൊരു തടസ്സം സൃഷ്ടിച്ചു. അത് ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിലല്ലേ പോയത്, അല്ല KSRTC ബസ്സിലല്ല പോയത്, പ്രൈവറ്റ് ബസ്സിലല്ലേ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ജനങ്ങൾ ഒന്ന് നടത്തട്ടെ. എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമാണ് അടൂർ പ്രകാശും. സന്തോഷ് ചേകവർക്കൊപ്പം ജിബിൻ GB 24 തിരുവനന്തപുരം. ഒരു അപകട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഇലക്ട്രിക് സ്കൂട്ടറും ഥാർ ജീപ്പും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. 10 ഏക്കർ സ്വദേശി ജഗത് അജയ് ആണ് മരിച്ചത്. മേഘന മുരളി തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. മേഘന, എപ്പോഴായിരുന്നു അപകടം? എന്താണ് മറ്റു വിവരങ്ങൾ? ദിൽന, അർദ്ധരാത്രിയോടുകൂടി MC റോഡ് കീഴായിക്കോണത്താണ് അപകടമുണ്ടായത്. വെഞ്ഞാറമൂട് നിന്ന് കിളിമാനൂർ ഭാഗത്തേക്ക് പോവുമായിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും അതുപോലെ തന്നെ എതിർദിശയിൽ വന്ന ഥാർ ജീപ്പുമാണ് കൂട്ടിയിടിച്ചത്. അതിൽ നടക്കുന്ന CCTV ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ സ്കൂട്ടർ യാത്രക്കാരൻ ദിശ തെറ്റിച്ച് ഈ ഥാർ ജീപ്പിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ യാത്രക്കാരനായിരുന്ന ജഗത് അജയ് 23 വയസ്സുകാരനാണ് ഈ ഥാർ ജീപ്പിന്റെ ഗ്ലാസിലേക്ക് വന്ന് വീഴുകയായിരുന്നു എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് തന്നെ മരിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ജഗത് അജയ് ആണ് മരിച്ചത്. ഈ ഥാർ ജീപ്പിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്തത്. നാട്ടുകാരും പ്രദേശവാസികളും ഉടൻ തന്നെ ഗോകുലം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അതിൽ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ശരി, മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയതായാലും സങ്കടകരമായ വാർത്തയാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവാണ് ഈ അപകടത്തിൽ മരിച്ചത് തിരുവനന്തപുരത്ത്. 4 ദിവസത്തേക്ക് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴ ലഭിക്കാനാണ് സാധ്യത. ഇതോടെ ഉയർന്ന ചൂടിന് ആശ്വാസം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഒരു അല്പ സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നുന്നൊരു വാർത്തയാണ്. വർഷ ഗിരീഷുണ്ട് വിവരങ്ങളുമായി. വർഷ, കേരളത്തിൽ പരക്കെ ഇന്നലെ കാര്യമായി തന്നെ വേനൽമഴ ലഭിച്ചു. വലിയ ചൂടിനൊരു ചെറിയ ആശ്വാസം, ഒരു ചെറിയ തണുപ്പൊക്കെ രാത്രിയിൽ ഉറങ്ങിയവർക്കൊക്കെ ഒരു സഹായമായി. പക്ഷേ കോഴിക്കോട് ചിലയിടങ്ങളിൽ മലയോര മേഖലകളിലൊക്കെ ഈ വേനൽമഴ കുറച്ച് നാശം ഉണ്ടാക്കി തോന്നുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് ഗോകുൽ. ദിൽന സൂചിപ്പിച്ച പോലെ തന്നെ മഴ ആശ്വാസമാണ്, ചെറിയ തണുപ്പെല്ലാം ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് കോഴിക്കോട് ഉൾപ്പെടെ പലയിടങ്ങളിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇന്നലെ പെയ്ത ശക്തമായ കാറ്റിലും മഴയോടും ഒപ്പം തന്നെ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ ഇടിമിന്നലേറ്റ് മലപ്പുറത്ത് എടവണ്ണപ്പാറയിൽ 65-കാരിയാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കാറ്റിൽ മരക്കൊമ്പ് പൊട്ടി വീണാണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റത്. ഇങ്ങനെ 2 പേർക്ക് വലിയൊരു അപകടം തന്നെയുണ്ട്. ഒരാൾ മരണപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാവിലുംപാറയിൽ 1000-ഓളം വാഴകൾ നശിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മാവൂർ മേഖലകളിലും വലിയ കൃഷിനാശം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. മാവൂരിൽ കൃഷ്ണൻ നായർ എന്ന വ്യക്തിയുടെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. ഓടിട്ട വീടായിരുന്നു. ആ സമയം ആളുകളെല്ലാം ഓടി രക്ഷപ്പെട്ടത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതുപോലെ സമാനമായ രീതിയിൽ പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിലേക്കും മതിലുകൾക്ക് മുകളിലേക്കും മരങ്ങൾ കടപുഴകി വീണിരുന്നു. പിന്നീട് അതെല്ലാം എടുത്തു മാറ്റുകയായിരുന്നു. എന്തായാലും പലയിടങ്ങളിലും വലിയ നാശനഷ്ടം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമായും മലയോര മേഖലയിൽ കുറ്റ്യാടി, നാദാപുരം, വിലങ്ങാട് എന്നിവിടങ്ങളിലാണ് മഴ ശക്തമായിരുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആശ്വാസമായൊരു മഴയായിരുന്നു എങ്കിലും പലർക്കും അത് അപകടമായി മാറിയെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടി ഈ മഴയുണ്ടാകും എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. നമ്മളിനി പശ്ചിമേഷ്യയിലെ സംഘർഷ വാർത്തകളിലേക്ക് പോവുകയാണ്. ഇറാൻ യുദ്ധത്തിന് നയതന്ത്ര പരിഹാരം കാണാൻ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇന്നും നാളെയും ഇസ്ലാമാബാദിൽ ഉന്നതതല ചർച്ച നടക്കും. സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തും. അതിനിടെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കനത്ത ആക്രമണമുണ്ടായെന്ന് റിപ്പോർട്ടുകൾ. 3500 അമേരിക്കൻ സൈനികർ കൂടി പശ്ചിമേഷ്യയിൽ എത്തിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണ ശ്രമങ്ങളെ ചെറുത്തതായി UAEയും കുവൈറ്റും അറിയിച്ചു. ബഹ്റൈനിൽ അലൂമിനിയം പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 ജീവനക്കാർക്കും പരിക്കേറ്റു. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം ജലീൽ കണ്ണമംഗലം സൗദിയിലെ ജിദ്ദയിൽ നിന്നും, ഒപ്പം മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും ചേരും. മധു കൊട്ടാരക്കരയിലേക്കാണ് ആദ്യം പോകുന്നത്. മധു, സമാധാന സാധ്യതകൾ ചർച്ചയുടെ രൂപത്തിൽ മുന്നോട്ട് വരികയാണ്. പക്ഷേ ഈ ചർച്ച നടക്കുമ്പോഴും ഒരു വശത്ത് ആക്രമണം തുടരുന്നു. എത്രത്തോളം പ്രതീക്ഷ വെക്കാം, എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നുണ്ട് ലോകം?
ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇപ്പോഴത്തെ, കാരണം രണ്ടുപേരും കടുത്ത നിബന്ധനകളാണ് ഈ ചർച്ചകൾക്കായിട്ട് വെച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ മുഖേന ഇറാന് മുമ്പിൽ 15-ന് സമാധാന പദ്ധതി സമർപ്പിച്ചതായിട്ട് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു. ഇതാദ്യമായിട്ടാണ് ഔദ്യോഗികമായിട്ട് ഇത്തരം ഒരു സ്ഥിരീകരണം വരുന്നത്. അത് മാത്രമല്ല, പശ്ചിമേഷ്യയിലെ സമാധാനത്തിനായിട്ട് പാകിസ്ഥാൻ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൗസിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ സ്റ്റീവ് വിറ്റ്കോഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ് ചർച്ചയിലെ പ്രധാന ആവശ്യം. പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ നീക്കാമെന്നും ഇത് കൂടാതെ സിവിൽ ന്യൂക്ലിയർ ഊർജ്ജ പദ്ധതികൾക്ക് സഹായം നൽകാമെന്നും അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ വരും ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ വെച്ച് ഉന്നതതല ചർച്ചകൾ നടന്നേക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം ഗൂഗിൾ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിലേക്ക് വലിയ തോതിൽ നാവികസേനയെ വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക. ആയിരക്കണക്കിന് മറീനുകൾ അടങ്ങുന്ന 2 സൈനിക വിഭാഗങ്ങളായിട്ടാണ് അമേരിക്ക ഈ പശ്ചിമേഷ്യയിലേക്ക് സൈന്യത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇതിലെ ആദ്യ സംഘം മിഡിൽ ഈസ്റ്റിൽ എത്തിയതായി US സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. USS ട്രിപ്പോളി എന്ന അത്യാധുനിക ആംഫിബിയസ് അസോർട്ട് കപ്പലാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കപ്പൽ പശ്ചിമേഷ്യയെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ടെന്ന്. ഏകദേശം 3500 സൈനികരാണ് ഈ സംഘത്തിലുള്ളതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ ഈ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ തൊട്ടു പിന്നാലെ രണ്ടാമതൊരു സംഘം കൂടി ഉടൻ പശ്ചിമേഷ്യയിലെത്തും. സാന്റിയോഗയിൽ നിന്ന് പുറപ്പെട്ട USS ബോക്സർ, ഈ കപ്പലിൽ ഏതാണ്ട് 2500ഓളം മറീനുകൾ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ 50,000-ഓളം US സൈനികർ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അതേസമയം ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതരും മിസൈൽ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഒരേ സമയം വിവിധ ഇടങ്ങളിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതി സൈനിക വക്താവ് അറിയിച്ചു. പ്രധാനമായിട്ടും ഇസ്രായേലിന്റെ തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ മിസൈൽ ആക്രമണം നടത്തിയെന്ന് അവരുടെ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രസ്താവിച്ചു. ഹൂതികൾ നടത്തുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ആക്രമണമാണത്. നേരത്തെയുള്ളത് ഇസ്രായേൽ പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലും അതിരൂക്ഷമാകുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ലെബനിൽ നിന്ന് 250ഓളം മിസൈലുകളും റോക്കറ്റുകളുമാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചതെന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു 20 കപ്പലുകൾ കൂടി കടന്നുപോകാൻ അനുമതി നൽകിയതായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറയുന്നു. പുതിയ ധാരണയനുസരിച്ച് പ്രതിദിനം 2 പാകിസ്ഥാനി കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കും. ഗോകുൽ, ദിൽന. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം കൂടി ചേരുകയാണ്. ജലീൽ, ഒരു സമാധാന നയതന്ത്ര തലത്തിലുള്ള ഒരു ചർച്ചകൾക്ക് പാകിസ്ഥാൻ വേദിയാവുകയാണ്. ഇസ്ലാമാബാദിൽ ചർച്ചകൾ ഇന്നും നാളെയുമായി നടക്കുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങൾ കാണുന്നത്? അതോടൊപ്പം ഇന്നും ആക്രമണങ്ങൾ ഉണ്ടായല്ലോ കുവൈത്തിലും UAE-യിലും. ദിൽന, ഗൂഗിൾ, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളുടെ തീവ്രത കുറഞ്ഞു എന്നാണ്. UAE, കുവൈത്ത്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെയാണ് കാര്യമായ ആക്രമണ ശ്രമങ്ങൾ കഴിഞ്ഞ രാത്രി ഉണ്ടായിരിക്കുന്നത്. സൗദിക്ക് നേരെ പുതിയ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ 6 മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളാണ് സൗദിക്ക് നേരെ ഉണ്ടായിരുന്നത്. എല്ലാം മധ്യമേഖല, അതായത് റിയാദ്, അൽഖർജ് ഭാഗത്തായിരുന്നു. സൗദിയിലെ പ്രധാനപ്പെട്ട അമേരിക്കൻ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അൽഖർജ്. പ്രിൻസ് സുൽത്താൻ എയർബേസ് ഇവിടെയാണ്. നിരവധി തവണ ഈ എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇതുവരെ പുതിയ ആക്രമണങ്ങൾ സൗദിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. UAE-ക്ക് നേരെ കഴിഞ്ഞ രാത്രിയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരിഭ്രാന്തി വേണ്ട എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക അറിയിപ്പ് മാത്രം വിശ്വസിക്കുക, ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട്. ഇന്നലെ UAE-ക്ക് നേരെ 20 ഡ്രോണുകളും 37 മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായിരുന്നു. ഇതുവരെ UAE-ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് 398 ബാലിസ്റ്റിക് മിസൈലുകളും 15 ക്രൂയിസ് മിസൈലുകളും 1872 ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ബഹ്റൈനിലും ആക്രമണ മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട്. സൈറൺ മുഴങ്ങി. ബഹ്റൈനിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ ഈ അലൂമിനിയം ബഹ്റൈൻ ആൽബ പ്ലാന്റിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ആക്രമണത്തിൽ കമ്പനിയിലെ 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. പ്ലാന്റിനുണ്ടായ നാശനഷ്ടങ്ങൾ
കമ്പനി വിലയിരുത്തി വരികയാണ്. അതേസമയം ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് ബഹ്റൈൻ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തിഗത ആവശ്യങ്ങൾക്കോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത് പാലിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുവൈത്തിന് നേരെയും പുതുതായി ഡ്രോൺ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എല്ലാം തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഖത്തറിലും ഒമാനിലും എന്നാൽ പുതിയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഖത്തറിന് നേരെ ഇന്നലെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം വിജയകരമായി നേരിടുകയും ചെയ്തു. അതേസമയം സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അയൽരാജ്യങ്ങളിലേക്കുള്ള ഈ ചരക്ക് നീക്കം കൂടുതൽ സുഗമമാക്കുന്നതിനായി ഗതാഗത മേഖലയിൽ നിലവിലുള്ള ചട്ടങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സ്വന്തം ആവശ്യങ്ങൾക്കായി ചരക്ക് നീക്കത്തിന് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ മറ്റു സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ചരക്ക് കടത്താൻ അനുമതി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വാണിജ്യ അടിസ്ഥാനത്തിൽ ചരക്ക് നീക്കം നടത്താൻ നിലവിൽ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ ഇളവ് ബാധകമാകൂ. ട്രക്കുകൾ ഒരു വർഷത്തേക്ക് മാത്രം ചരക്കുമായി പോകുന്ന സാഹചര്യം ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ ഗതാഗത ചെലവ് കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും. മറ്റൊരു കാര്യം, ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധിയിലായ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ചരക്ക് നീക്കം സൗദിയുടെ പടിഞ്ഞാറ് മേഖലയിലെ ജിദ്ദ, യാംബു തുറമുഖങ്ങൾ വഴിയാക്കിയത് ഏറെ ആശ്വാസം നൽകുന്നുണ്ട്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ജിദ്ദ തുറമുഖം വഴി മാത്രം അയൽ രാജ്യങ്ങളുടെ 17 കപ്പലുകളാണ് ഇങ്ങനെ സർവീസ് നടത്തിയത്. ഈ സൗദിയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്കും പടിഞ്ഞാറൻ മേഖലയിലെ ഈ ചെങ്കടൽ പാത ഉപയോഗിക്കാനാണ് തീരുമാനം. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ നിന്ന് ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ വഴി എണ്ണ യാംബു തുറമുഖത്ത് എത്തിച്ചാണ് കയറ്റുമതി ചെയ്യുന്നത്. ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനിന്റെ പരമാവധി ശേഷിയായ പ്രതിദിനം 7 ദശലക്ഷം ബാരൽ എന്ന ലക്ഷ്യം കൈവരിച്ചതായി ബ്ലൂംബർഗ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 2 ദശലക്ഷം ബാരൽ രാജ്യത്തിനകത്തെ ശുദ്ധീകരണശാലകൾക്ക് പോകും. ബാക്കി 5 ദശലക്ഷം ബാരൽ എണ്ണയാണ് നേരിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക. ദിൽന, ഗോകുൽ. ശരി, ജലീൽ കണ്ടമംഗലമാണ് ജിദ്ദയിൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണത്തിൽ ചെറിയ അയവുണ്ട് എന്ന് ജലീൽ പറയുന്നു. ഒപ്പം ചില സമാധാന ശ്രമങ്ങൾ, നയതന്ത്ര ചർച്ചകൾ പാകിസ്ഥാനിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ പ്രതികരണം കുറച്ച് ആശങ്കപ്പെടുത്തുന്നത്, അതായത് പശ്ചിമേഷ്യയിലെ വിദേശ സർവകലാശാലകൾ, അതായത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ സർവകലാശാലകൾ ആക്രമിക്കും എന്ന ഒരു ഭീഷണി കൂടി ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് ചർച്ചകൾ, ഒരു വശത്ത് ഭീഷണി, ആക്രമണം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ. പശ്ചിമേഷ്യൻ സംഘർഷം സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഇന്ത്യ അന്തർമന്ത്രാലയ സമിതി യോഗം ചേർന്ന് കേന്ദ്ര സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിലയിരുത്തി. രാജ്യത്ത് സ്വീകരിക്കേണ്ട പുതിയ നടപടികളെക്കുറിച്ചും സമിതി ചർച്ച ചെയ്തു. ഊർജ്ജ വിതരണത്തിലെ പ്രതിസന്ധിയും അവശ്യവസ്തുക്കളുടെ ലഭ്യതയും ലോകം അവലോകനം ചെയ്തു. പ്രതിസന്ധി സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ കേന്ദ്രം പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. കൂടുതൽ LPG ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുന്നു. രാജ്യത്ത് പൂഴ്ത്തിവെപ്പ് തടയാനായി നടപടികൾ കൂടുതൽ ഊർജിതമാക്കാനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. PR അരവിന്ദ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അരവിന്ദ്, കൂടുതൽ ഊർജിതമായ എൻഫോഴ്സ്മെന്റ് നടപടികളിലേക്ക് പോകാൻ ഒരു തീരുമാനമുണ്ടാകുന്നു. ഒപ്പം വ്യാജ വാർത്തകൾ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പശ്ചിമേഷ്യയുമായി സംഘർഷവുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യാജ സന്ദേശങ്ങൾ, വ്യാജ വാർത്തകളൊക്കെ അതിനെ തടയാൻ, അതിനെതിരെ നടപടികളിലേക്കും പോകുന്നു. എന്തൊക്കെയാണ് ആ യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ? ഗൂഗിൾ, പശ്ചിമേഷ്യൻ സംഘർഷത്തെ സൂക്ഷ്മമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ വിവിധ മന്ത്രാലയങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ അന്തർ മന്ത്രാലയ സമിതിയുടെ ആദ്യ യോഗം ചേരുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ സമിതി അധ്യക്ഷനായ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതായത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രതിരോധ തന്ത്രങ്ങൾ വേണമെന്നതാണ് പ്രതിരോധ മന്ത്രി ഈ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഈ സംഘർഷം അത് നീളുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. ഇതോടൊപ്പം തന്നെ തീരുമാനങ്ങൾ അത് അതിവേഗത്തിൽ ാകണമെന്നതാണ് പ്രതിരോധ മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കിയത്. ഇതുകൂടെ തന്നെ വ്യാജ വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുവെന്നും യോഗം വിലയിരുത്തിയിട്ട്, അതുകൊണ്ട് തന്നെ മന്ത്രാലയങ്ങൾ കൃത്യമായി ആവശ്യമായ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് അതിവേഗം എത്തിക്കണമെന്നതാണ് യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ വരുമ്പോൾ പെട്രോൾ പമ്പുകളിലും അതുപോലെ തന്നെ ഗ്യാസ് ഏജൻസികളിലടക്കം ജനങ്ങൾ ഒരുമിച്ച് തടിച്ചുകൂടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇത് വലിയ രീതിയിലൊരു ഇന്ധന പ്രതിസന്ധിയും അതുപോലെ തന്നെ വിതരണ ശൃംഖലയടക്കം ബാധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് യോഗം വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ വിതരണ ശൃംഖല കൂടുതൽ ഊർജിതമാക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. കൂടുതൽ LPG ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ തലവന്മാരുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇതുവരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ, ഈ പ്രതിരോധത്തെ മറികടക്കാൻ സ്വീകരിച്ച നടപടികൾ കൃത്യമായി യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളും
യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമായും ഊർജ്ജ പ്രതിസന്ധി, അവശ്യ സാധന വസ്തുക്കളുടെ ലഭ്യത അടക്കമുള്ള കാര്യങ്ങളും യോഗം വിലയിരുത്തി. കൃത്യമായ നിർദ്ദേശങ്ങൾ വിവിധ മന്ത്രാലയങ്ങൾക്കും യോഗം നൽകിയിട്ടുണ്ട്. എന്തായാലും വിവിധ തലത്തിലുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഇന്ത്യ കൃത്യമായി ഈ പ്രതിസന്ധി ഘട്ടത്തെ ശക്തമായി തന്നെ പ്രതിരോധിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും യോഗം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളെ ഏതൊരു സംഘർഷത്തിൽ നിന്ന് സംരക്ഷിക്കുവാനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഗോകുൽ, ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സർക്കാർ ഇടപെടലുകൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ പാചകവാതക വിതരണത്തിൻ്റെ കാര്യത്തിൽ ഉള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള ശ്രമം, കൂടുതൽ LPG എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒപ്പം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന അടക്കം വ്യാജ സന്ദേശങ്ങൾ പ്രചരിച്ച നാളാണ് അതില്ല എന്ന് സർക്കാർ പറയുകയും ചെയ്തു. അപ്പം അത്തരത്തിലുള്ള സന്ദേശങ്ങളിൽ നമ്മളും ഒരു ജാഗ്രത പുലർത്തുക. ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് വിശുദ്ധ വാരത്തിലേക്ക് കടക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണങ്ങളും നടക്കും. ഓശാന ഞായർ ആചരണത്തോടെ വിശ്വാസികൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കും. വിവിധയിടങ്ങളിൽ നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആൻമരിയ സണ്ണി എറണാകുളത്ത് നിന്ന്, മേഘ്ന മുരളി പാളയത്ത് തിരുവനന്തപുരത്ത് നിന്ന്, ഒപ്പം വർഷ ഗിരീഷ് കോഴിക്കോട് ദേവമാത കത്തീഡ്രലിൽ നിന്നും ചേരും. ആദ്യം മേഘ്ന മുരളിയിലേക്കാണ് പോകുന്നത്. മേഘ്ന, പാളയം സെൻറ് ജോസഫ് പള്ളിയിലാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഈ ഓശാന ഞായർ പ്രാർത്ഥനകളും ചടങ്ങുകളും ആരംഭിച്ചിട്ടുണ്ടോ? എപ്പോഴേക്കാണ് പ്രദക്ഷിണം? 16 വ്യാഴാഴ്ച രാവിലെ 9 മണി വരെ ആയിരിക്കും. ഗുഡ് മോർണിംഗ് ഗോകുൽ ദിൽന. ഇന്ന് ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആഘോഷിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലാണ്. ഇവിടെ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജോ നെറ്റോ ആണ് മുഖ്യ കാർമ്മികത്വം ഇവിടുത്തെ ചടങ്ങുകൾക്ക് വഹിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സാധാരണ ഞായറാഴ്ചകളിൽ നടക്കുന്ന കുർബാന ചടങ്ങുകളാണ്. 7 മണിയോടുകൂടിയായിരിക്കും ഓശാന ഞായറിന്റെ പ്രത്യേക ശുശ്രൂഷകളും അതുപോലെ തന്നെ ചടങ്ങുകളും ആരംഭിക്കുക. ആദ്യം തന്നെ കുരുത്തോല പ്രദക്ഷിണം നടക്കും. അതിനുശേഷമായിരിക്കും പ്രാർത്ഥനാ ചടങ്ങുകളടക്കം പാളയം പള്ളിയിൽ നടക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആഘോഷിക്കുന്നു. അതിൽ പ്രധാനമായും ബൈബിളിലെ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ വാരത്തിന് മുന്നോടിയായിട്ടുള്ള ജെറുസലേം യാത്രയും അതുപോലെ തന്നെ കഴുതപ്പുറത്തുള്ള യാത്രയും, അവിടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കുരുത്തോലകളും അതുപോലെ തന്നെ ഒലിവ് ചില്ലകളും വെച്ച് യേശുവിനെ സ്വീകരിച്ചതിന്റെയും ഓർമ്മയാണ്, അല്ലെങ്കിൽ അത് ഓർമ്മ പുതുക്കുന്ന രീതിയിലാണ് എല്ലാ തവണയും ഈസ്റ്ററിന് മുന്നോടിയായി അവസാനത്തെ ഞായറാഴ്ച ഓശാന ഞായർ ആഘോഷിക്കുന്നത്. അതിനു മുന്നോടി എല്ലാ വിശ്വാസികളും തന്നെ ഇപ്പോൾ തന്നെ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞത്. തിരുവനന്തപുരം ജില്ലയുടെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെയും എല്ലാ പള്ളികളിലും ഇത്തരത്തിൽ ഓശാന ഞായർ ആചരണം, വിശുദ്ധവാര ആഘോഷത്തിന്റെ തുടക്കം ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയും 7 മണിയോടുകൂടി തന്നെ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ തന്നെ വിശ്വാസികൾ ഒന്നടങ്കം ഈ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ആദ്യം കുരുത്തോല പ്രദക്ഷിണവും പിന്നീട് പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഈ ബൈബിളിലെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ജെറുസലേം യാത്ര, യേശുക്രിസ്തുവിന്റെ ജെറുസലേം യാത്ര, അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധം എല്ലാ വിശ്വാസികളും കുരുത്തോല പെരുന്നാൾ ആഘോഷിക്കുന്നു, ഓശാന ഞായർ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അതിന് മുന്നോടി തന്നെയാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകളടക്കം നടക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ആഴ്ച എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെസഹ വ്യാഴം വരുന്നു, ദുഃഖവെള്ളി വരുന്നു, അതിനുശേഷം ഈസ്റ്റർ ആഘോഷം വരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളും വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇവിടത്തേക്കും വിശ്വാസികൾ ഒഴുകിയെത്തുന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾ, ഈ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആൻമരിയ സണ്ണി എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. ഈസ്റ്റർ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ക്രൈസ്തവർ. ഈ ഓശാന ഞായറോടുകൂടി വിശുദ്ധ വാരത്തിന് തുടക്കമാവുകയാണ്. ഏത് രീതിയിൽ ഇന്നത്തെ പ്രാർത്ഥനകളും ഒരുക്കങ്ങളും? വെരി ഗുഡ് മോർണിംഗ്. ക്രൈസ്തവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പീഡാനുഭവത്തിന്റെ അതോടൊപ്പം തന്നെ സഹനത്തിന്റെയും വിശുദ്ധ വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നു മുതൽ അങ്ങോട്ടേക്ക് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹനത്തിന്റെ നാളുകളാണ് ക്രൈസ്തവർക്ക്. ആദ്യം മേഘന സൂചിപ്പിച്ചതുപോലെ തന്നെ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, അതിനുശേഷം ഈസ്റ്റർ, ഈ രീതിയിലേക്കായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളെല്ലാം കടക്കുക. ഈ ദിവസങ്ങൾ അത്രയും നോമ്പുകളെല്ലാം 50 നോമ്പ് എന്നാണ് ക്രൈസ്തവർ അതിനെ സൂചിപ്പിക്കുന്നത്. ആ 50 നോമ്പും സഹിച്ചുകൊണ്ട് അവർ യേശുവിന്റെ പീഡാനുഭവ നാളുകളിലേക്ക് അടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിലാണ്. ഇവിടെയാണ് സിറോ മലബാർ സഭ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിലുള്ള ഓശാന ഞായറാഴ്ച തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 7 മണിയോടുകൂടിയായിരിക്കും തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. 7 മണിക്ക് കുരുത്തോലകൾ കയ്യിലേന്തി അതിനുശേഷം
പ്രദക്ഷിണമുണ്ടാകും. ആ പ്രദക്ഷിണത്തോടെ വിശുദ്ധ കുർബാനയ്ക്ക് ആരംഭം കുറിക്കും. ഇങ്ങനെയാണ് എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നത്. തിരുക്കർമ്മങ്ങൾ ഏത് പള്ളിയിലാണെങ്കിൽ പോലും ഈ രീതിയിലായിരിക്കും. ആദ്യം ഒരു കുരുത്തോല, യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സൂചകമായിട്ടുള്ള ആ സമയത്ത് സാധാരണക്കാരായ ജനങ്ങൾ കുരുത്തോലകൾ കയ്യിലേന്തി യേശുവിനെ സ്വീകരിച്ചതുപോലെ തന്നെ അതിന്റെ പ്രതീകമായിട്ട് കയ്യിൽ കുരുത്തോലകളേന്തി അവർ പ്രദക്ഷിണമുണ്ടാകും. ആ പ്രദക്ഷിണ ശേഷം പ്രധാന കാർമ്മികൻ, ഇവിടെ പ്രധാന കാർമ്മികനായിട്ട് വരുന്നത് മാർ റാഫേൽ തട്ടിലാണ്. റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിൽ പ്രധാന കവാടത്തിലൂടെ പള്ളിക്കുള്ളിലേക്ക് കടന്ന് അൾത്താരയിൽ കയറി വിശുദ്ധ കുർബാനയ്ക്ക് ആരംഭം കുറിക്കും. അതിനുശേഷം വിശുദ്ധ കുർബാന മധ്യയുള്ള ഓശാന ഞായറാഴ്ചയുടെ സന്ദേശമുണ്ടാകും. ഈ രീതിയിലായിരിക്കും ഓശാന ഞായറാഴ്ചകളൊക്കെ നടക്കുക. ഈ പള്ളിയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടുള്ളത്, എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് അടഞ്ഞുകിടക്കുന്ന പള്ളിയാണ്. ഇതിനോടനുബന്ധിച്ചുകൊണ്ടാണ് ഈ അടുത്ത നാളുകളിലാണ് പള്ളി തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഈ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടത്താം എന്നുള്ളത്. ഈ സഭ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള വിശുദ്ധ കുർബാന മധ്യ, അതായത് സിനഡ് കുർബാന നടത്താം എന്നുള്ള കാര്യം അത് കോടതിയുടെയും അതോടൊപ്പം തന്നെ ഈ നടന്ന ചർച്ചകളിലെല്ലാം തീരുമാനമായിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഈ ഓശാന ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ പള്ളി അടഞ്ഞു കിടന്നതിന് ശേഷം ഉള്ള ആദ്യ ഓശാന ഞായറാഴ്ച കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ സെന്റ് മേരീസ് ബസലിക്കയ്ക്കുണ്ട്. മറ്റൊരു കാര്യം, അത് വരാപ്പുഴ സെന്റ് മേരീസ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വെച്ചായിരിക്കും വരാപ്പുഴ അതിരൂപത മെത്രാനായിട്ടുള്ള ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പലിന്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാന, അതായത് ഓശാന ഞായറാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ പൊൻപള്ളി സെന്റ് ജോർജ് പള്ളിയിൽ ബസോലിയസ് ജോസഫ് ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലുള്ള ഓശാന ഞായറാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ അത് രാവിലെ 6 മണിയോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 7 മണിയോടുകൂടി പള്ളിയുടെ അങ്കണത്തിലേക്ക് ആളുകളെല്ലാം, വിശ്വാസികളെല്ലാം എത്തിത്തുടങ്ങും. അതിനുശേഷം കുരുത്തോല പ്രദക്ഷിണത്തോടെ വിശുദ്ധ കുർബാനയ്ക്ക് തുടക്കമാകും. അങ്ങനെ വിശുദ്ധ വാരത്തിലേക്ക് കടക്കും. ക്രിസ്ത്യാനികളുടെ പീഡാനുഭവത്തിന്റെയും സഹനത്തിന്റെയും നാളുകളിലേക്കായിരിക്കും ഇനി ഈ വരുന്ന ഒരാഴ്ച അത് കടക്കുന്നത്. 50 നോമ്പിന്റെ അവസാന ആഴ്ചകളാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കഠിന വ്രതത്തിലാണ്, നോമ്പിലാണ്. അത് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ നിരതമായ ഒരു നാളുകളാണ് കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ ഇനി പീഡാനുഭവത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ആഴ്ചകളിലേക്ക് കടക്കുകയാണ്. ഒപ്പം ഇന്ന് ഓശാന ഞായർ വലിയ ആഘോഷമായി എല്ലായിടത്തും കൊണ്ടാടുകയാണ്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് വർഷ ഗിരീഷ് കൂടി ചേരുന്നുണ്ട്. വർഷ, ദേവമാതാ പള്ളിയിൽ ആരാണ് ഈ ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്? എപ്പോഴത്തേക്കാണ് പ്രദക്ഷിണം തുടങ്ങുക? ഗുഡ് മോർണിംഗ് ഗോകുൽ ദിൽന. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലാണ്. ഇവിടെ 7:30 തിരുകർമ്മങ്ങൾ ആരംഭിക്കുന്നത്. കോഴിക്കോട് രൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലാണ് ഇവിടെ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആദ്യം 7:20 ഇവിടെ തൊട്ടടുത്തുള്ള സെന്റ് വിൻസെന്റ് ഹോമിൽ നിന്നാണ് കുരുത്തോല വെഞ്ചരിപ്പ് നടക്കുന്നത്. ശേഷം വിശ്വാസികളെല്ലാം പ്രദക്ഷിണമായി ഈ ദേവമാതാ കത്തീഡ്രലിലേക്ക് എത്തും. ശേഷം ഇവിടെ നിന്ന് ബിഷപ്പിന്റെ സന്ദേശം ഉൾപ്പെടെ ഉണ്ടാക്കും. പിന്നീട് നീണ്ട കുർബാനയാണ്. ഇന്ന് പതിവിന് വിപരീതമായി കുർബാന അല്പനേരം കൂടെ നീളുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ പുതുക്കി വിശ്വാസികളെല്ലാം കുരുത്തോലകൾ ഏന്തി അല്പസമയത്തിനകം തന്നെ ഈ ദേവമാതാ കത്തീഡ്രലിലേക്ക് വരും. 7:30 ചടങ്ങുകൾക്ക് ആരംഭമാവുകയാണ്. നമുക്കറിയാം, ഇനി വരുന്നത് ഒരു വിശുദ്ധ വാരമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് സഹനത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു വാരമാണ് വരുന്നത്. ശേഷം ഇനി പ്രസവവ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള ഒരു വാരം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ എല്ലാം ഒരു തുടക്കമാണ് ഈ ഒരു ആഴ്ച, ഈ ഒരു വാരത്തിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് വിശ്വാസികൾ എത്തും. ദേവമാതാ കത്തീഡ്രൽ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായും ഒരുപാട് പേർ വിശ്വാസികൾ എത്തിച്ചേരുന്ന ഒരിടമാണ്. അല്പസമയത്തിനകം തന്നെ ഈ സെന്റ് വിൻസെന്റ് ഹോമിലേക്ക് കൂടുതൽ പേര് എത്തിച്ചേരും. അവിടെ നിന്നും കുരുത്തോലകൾ ഏന്തിയാണ് വിശ്വാസികൾ ഈ കാണുന്ന ഈ ദേവമാതാ കത്തീഡ്രലിലേക്ക് എത്തുക. ശേഷം ഇവിടെ നിന്ന് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. സന്ദേശം ഉൾപ്പെടെ നൽകും. ദിൽന, ഗോകുൽ. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിവിധ ബ്യൂറോകളിൽ നിന്ന് നിങ്ങളുടെ പ്രതിനിധികൾ ഈ ഓശാന ഞായറിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 7 മണിക്ക് ശേഷമാണ് ഇതിന്റെ മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങുന്നത്. അപ്പോഴേക്ക് മറ്റ് വിവരങ്ങളിലേക്ക്, അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് എത്താം. സ്ഥാനാർത്ഥിയാക്കാത്തതിൽ തനിക്ക് ഒരു വിഷമവുമില്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ 24 സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിച്ചിരുന്നു എന്നത് അംഗീകാരമായി കാണുന്നു. അടൂർ പ്രകാശ് പരസ്യമായി പറയുമ്പോഴാണ് ആ വിവരം അറിയുന്നത് എന്നും അവർ പറയുകയാണ്. മറ്റ് ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ല എന്നും മറിയ ഉമ്മൻ പറഞ്ഞു. ഇടുക്കി ഉമ്മൻചാണ്ടി കോളനിയിൽ റോയ് കെ പൗലോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു മറിയ ഉമ്മൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടി കോളനിയിൽ എത്തിയിരിക്കുകയാണ് മറിയ ഉമ്മൻ. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം?
ഉമ്മൻചാണ്ടി കോളനി എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സ്വന്തം വീട് പോലെ, സ്വന്തം കുടുംബം പോലെ തന്നെയാണ്. ഇവിടെ വരുമ്പം ആളുകളുടെ അതിയായ സ്നേഹം. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. നേരത്തെയും ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു മെഡിക്കൽ ക്യാമ്പ് നടത്താനാണ്. ഇപ്പം ഇലക്ഷൻ പ്രചരണത്തിനാണ്. ശ്രീ റോയ് കെ പൗലോസിൻ്റെ വിജയത്തിനായി അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്താൻ ഇവിടെ എത്തിയത്. ഇവിടെ പ്രചാരണത്തിന് നടത്തുന്നതുകൊണ്ടുള്ള വ്യത്യാസമല്ല, എപ്പോഴും അപ്പയോടുള്ള വളരെ ഭയങ്കരമായ ഇമോഷണൽ കണക്റ്റുള്ള സ്ഥലമാണ്. അപ്പം പ്രചരണത്തിനെത്തുമ്പോൾ അത് തന്നെയാണ് പ്രകടമാകുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പിക്കുന്ന വിധമാണ് ഇവിടുന്ന് ആളുകളുടെ റെസ്പോൺസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. പ്രചരണത്തിന് വേണ്ടി നേമത്ത് പോയ സ്ഥലത്ത് ഇങ്ങനെ വീടുകൾ ഓടിക്കയറുന്നത്. ചാണ്ടി ഉമ്മൻ്റെ ഒരു രീതിയിൽ തന്നെയാണോ മറിയ ഉമ്മനും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക്? വളരെ ചുരുങ്ങിയ സമയമേ നമുക്ക് ഇലക്ഷനുള്ളൂ. ഇനി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മാക്സിമം മണ്ഡലങ്ങൾ കവർ ചെയ്യണം. അപ്പോൾ ഓടിയാലേ സാധിക്കുകയുള്ളൂ. അത് നേരത്തെയും പാർലമെൻറ്റ് ഇലക്ഷനും ചാണ്ടിയുടെ ഇലക്ഷനും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം തീരെ സമയം കുറവാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ പോകേണ്ടി വരുന്നത്. ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള ഓട്ടോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടാകേണ്ടതായിരുന്നു അല്ലേ? അത് ഇനിയിപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഏറ്റവും നമ്മുടെ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് UDFനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്. പ്രകാശ് കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, മറിയമ്മൻ്റെ പേരും ഉണ്ടായിരുന്നു ഈ സ്ഥാനാർത്ഥി പരിഗണന പട്ടികയിൽ. അപ്പോൾ അത് അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് ഒരു വിഷമമുണ്ടായോ? ഒരു വിഷമവും ഇല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ സ്റ്റേജിൽ വെച്ചാണ് അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അത് ഞാൻ ഏറ്റവും വലിയൊരു പ്രിവിലേജ്, ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ UDFൻ്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് മുമ്പിലത്തെ ലക്ഷ്യം. എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് മറിയ ഉമ്മനും സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. സുമിത്രൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. അതിന്റെ ജനഹിതം അറിയാൻ മണ്ഡലം ചുറ്റി മഹിളകൾ പോവുകയാണ്. ഓരോ മണ്ഡലങ്ങളിലേക്കും കാണാം മണ്ഡലം ചുറ്റി മഹിളകൾ. മൈജി ഫ്യൂച്ചർ മണ്ഡലം ചുറ്റും മഹിളകൾ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ സ്പോൺസേഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ വോക്കൊരു പ്ലസ് കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തെ വോട്ടർമാർക്ക് തുടർ ഭരണത്തെക്കുറിച്ചും MLA കുറിച്ചും പറയാൻ എന്താണുള്ളത്? മണ്ഡലം ചുറ്റും മഹിളകൾ ഇന്ന് ധർമ്മട മണ്ഡലത്തിലാണ്. അനുജ രാജേഷും സ്മിതാ ഹരിദാസും ചിറക്കുരിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ധർമ്മടം മണ്ഡലത്തിന്റെ ഹൃദയഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതൊരു നല്ല മനോഹരമായ ഒരു കവലയാണ്. ഇവിടെ ഇത് 2 ആൽമരം അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഈ ടിപ്പിക്കൽ ഗ്രാമത്തിന്റെ ഒരു സൗന്ദര്യം, വളരെ തിരക്കേറിയ ഒരു ഗ്രാമം തന്നെയാണ്. ആ തിരക്കേറിയ ഇടത്താണ് നിൽക്കുന്നത്. ചിറക്കുനി. അത് മാത്രമല്ല അവിടെ ഒരു വായനശാലയുണ്ട്. അങ്ങനെ എല്ലാ ലോക്കൽ കമ്മിറ്റി, CPIMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉണ്ട്. ഇവിടുത്തെ ഈ മണ്ഡലത്തിലുള്ള ആള് തന്നെയാണോ? അതെ അതെ. എന്താ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇവിടെ ഉഷാറല്ലേ? കാണുന്നില്ലേ നമ്മളെ ധർമ്മടത്തിന്റെ മാറ്റം കാണുന്നില്ലേ? അപ്പോൾ ഇനിയും കൂടുതൽ മാറ്റം വരണമെങ്കിൽ ഇപ്പോൾ ആൾ തന്നെ വരണം. പിണറായി തന്നെ തിരിച്ചു തുടർച്ചയുണ്ടാവണം. തുടർച്ചയില് ഉണ്ടാവണം. ഈ കാണുന്ന മാറ്റങ്ങളെല്ലാം ഇയാൾ വന്നേരത്ത് 10 വർഷം കൊണ്ട്. അത് ധർമ്മടം മാത്രമാണോ അതോ സംസ്ഥാനം ഒട്ടാകെ? കേരളം ഒട്ടും ഇന്ത്യക്ക് മാതൃകയാണ്. ചേട്ടന്റെ അഭിപ്രായം എന്താ? അഭിപ്രായം തുടർ ഭരണം, പിണറായി തന്നെ വീണ്ടും വരണം. ആ വികസന നായകനാണ്, കേരളത്തിന്റെ ക്യാപ്റ്റനാണത്. 140 നിയോജക മണ്ഡലത്തിലും വമ്പിച്ച പുരോഗതി ഉണ്ടാക്കിയ ഗവൺമെന്റ്. ഒരു ഗവൺമെന്റിന് സാധിക്കാത്തതാണ് ഈ പിണറായി സർക്കാർ ഉണ്ടാക്കിയത്. ഇവിടുത്തെ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? പിണറായി ജയിച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 3ാം ഭരണവും ഉറപ്പ്. അങ്ങനെ എത്ര ഉറപ്പിച്ച് പറയാൻ പറ്റണം? അത് തന്നെയാണ് നമ്മുടെ നാടിന്റെ വികസനം കാണുന്നില്ലേ? നിങ്ങളെല്ലാവരും പോകുന്ന കൂട്ടല്ലേ? നിങ്ങൾ ചാനലും കൂടെ സകലം പോയിട്ട് കേരളത്തിലെല്ലാം പോയില്ലേ? കേരളത്തിൽ 140 മണ്ഡലത്തിനകത്തും വികസനം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത നമ്മൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ ഈ ചർക്കുനി എന്ന് പറയുന്ന സ്ഥലം, ബ്രണ്ണൻ കോളേജ്, അതുപോലെ തന്നെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അതുപോലെ പല ഡയറ്റ്, ഇതെല്ലാം വികസനത്തിന്റെ ഒരൊറ്റ വിഷയമാണ് അല്ലേ? വികസനം എന്നുള്ള ഒരൊറ്റ വിഷയമാണ്. അത് മാത്രമല്ല, സാധാരണ അടിത്തട്ടി കിടക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഗവൺമെന്റാണ് ആദ്യ ഗവൺമെന്റ് ജനങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമായി. എന്താ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ പറയാനുള്ളത്? തെരഞ്ഞെടുപ്പിന്റെ പണി അങ്ങനെ സന്തോഷാണോ? സന്തോഷം തന്നെ, ജനാധിപത്യല്ലേ. സർക്കാർ തുടരണോ? സർക്കാരിന്റെ അഭിപ്രായം ഒന്നും എനിക്കില്ല. അത് അതായത് സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? സർക്കാർ വന്നതിന് ശേഷം ഇപ്പൊ 10 വർഷമായിട്ട് തുടരുകയാണല്ലോ. നമ്മുടെ നാട്ടിൽ കുറച്ച് വികസനങ്ങളുണ്ട്. അപ്പൊ അത്ര തന്നെ. അടിപൊളി ഭരണം. ഇതുപോലത്തെ ഒരു ഭരണം നമ്മൾ ഇതിനെ കണ്ടിട്ടില്ല. എല്ലാം
എല്ലാം കൊണ്ടും നമ്മൾക്കൊരു കുറ്റം പറയുന്നില്ല. ഭയങ്കര വികസനം, എല്ലാ ജനങ്ങൾക്കും സന്തോഷം. എന്നും ഈ ഭരണം തന്നെ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. പൊതുവെയുള്ളൊരു തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട്? പ്രചാരണ ചൂട് നിലവിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ തെരഞ്ഞെടുപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രി സഖാവ് പിണറായി തന്നെ വരണമെന്നുണ്ട്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ വികസനമാണ്, പിന്നെ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, പിന്നെ ആരോഗ്യ മേഖല, സ്കൂളുകൾ, പിന്നെ വ്യവസായ സ്ഥാപനങ്ങൾ, അങ്ങനെ ഒട്ടനവധി മേഖലയിൽ വികസനം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. കൊല്ലം നിലമേലിൽ റോഡ് നന്നാക്കിയ ശേഷം മാത്രം വോട്ട് ചോദിച്ചാൽ മതി എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. വട്ടപ്പാറ തങ്കക്കല്ല് റോഡ് പണി പൂർത്തീകരിക്കാത്തതിനാലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. സ്ഥാനാർത്ഥികൾ ആരും വോട്ട് ചോദിച്ച് വരരുത് എന്നും തങ്ങൾ ഇത്തവണ ആർക്കും വോട്ട് ചെയ്യില്ല എന്നും നാട്ടുകാർ പറയുന്നു. തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട്. നിലമേൽ സ്വദേശികളുടെ ആവശ്യം സഞ്ചാരയോഗ്യമായ റോഡായിരുന്നു. അത് നടപ്പാക്കാത്തതിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഈ ഒരു നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ട് കൊടുക്കുന്നില്ല, നോട്ടയ്ക്കാണ് വോട്ട് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. പ്രധാനമായിട്ട് പൊടിയാണ്. പൊടി കൊണ്ട് ഞങ്ങളെ വീട്ടിലൊന്നും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയാണ്. കൊച്ചുങ്ങൾക്കൊക്കെ അലർജി, ശ്വാസം മുട്ട്, അതുപോലെയുള്ള പല അവസ്ഥകളും, കോളേജിലും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിലമേലിലെ വേക്കൽ, വട്ടപ്പാറ, തേവയൽ, തങ്കക്കല്ല് ഭാഗത്തൂടി പോകുന്ന 6 കിലോമീറ്റർ റോഡ് 9 മാസമായി പൊളിഞ്ഞു കിടക്കുകയാണ്. പിന്നെ ആരോഗ്യപരമായിട്ട് എല്ലാവരും വളരെ കഷ്ടപ്പാടിലാണ്. അപ്പോൾ അവർക്കൊക്കെ ജീവിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ചൂട് കാലാവസ്ഥയിൽ പോലും ജനലുകളോ വാതിലുകളോ തുറന്ന് ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് വീടിനകത്തിരിക്കാൻ പറ്റത്തില്ല, പുറത്ത് ഇറങ്ങി പേടിച്ച് നിൽക്കാനും പറ്റത്തില്ല. വണ്ടികൾ പോകുമ്പോൾ കല്ല് തെറിച്ച് നമ്മളെ വീട്ടിനകത്തോട്ടാണ് വീഴുന്നത്. ഇതേ റോഡിൽ 5 മാസങ്ങൾക്ക് മുമ്പ് സ്കൂൾ ബസ് കുഴിയിലേക്ക് വീണ് 20ഓളം കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു. വോട്ട് ചെയ്യുന്നില്ല. നമ്മൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ചെറിയ കാര്യമേ ഉള്ളൂ. നമുക്ക് ഉള്ള ദിവസം നമ്മൾ വോട്ട് ബഹിഷ്കരിക്കുകയാണ്, നോട്ടയ്ക്ക് ചെയ്യും, അല്ലെങ്കിൽ വോട്ടിന് പോകുന്നില്ല. 2020-21 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചതാണ്. എന്നാൽ ടെൻഡർ നടപടികളുണ്ടായ താമസം റോഡ് പണി അനിശ്ചിതത്വത്തിലാക്കി. ഇലക്ഷന് നമ്മൾ വോട്ട് ചെയ്യുന്നത് നോട്ടയ്ക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ, അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതല്ല. കാരണം അത് മടുത്ത് ആ രീതിയിലാണ്. നിരവധി തവണ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മേലധികാരികളോട് പരാതിപ്പെടുകയും പല ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടും യാതൊരുവിധ നടപടികളും ഇതിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ജൂലൈയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റോഡിന്റെ പണികൾ വീണ്ടും ആരംഭിച്ചു. നിർമ്മാണോദ്ഘാടനം സ്ഥലം MLA-യും മന്ത്രിയുമായ ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. എന്നാൽ 6 കിലോമീറ്റർ റോഡ് കുത്തിപ്പൊളിച്ച് മെറ്റൽ പാകിയതിനു ശേഷം കരാറുകാരനും ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമായതോടെ പണികൾ വീണ്ടും നിലച്ചു. ഇതോടെയാണ് വോട്ട് ചോദിക്കാൻ ആരും വരരുതെന്ന് പറഞ്ഞ് നാട്ടുകാർ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം നാട്ടുകാരെ എണ്ണയിപ്പിക്കാൻ സ്ഥലത്തെത്തിയ LDF സ്ഥാനാർത്ഥിയെ നാട്ടുകാർ തടഞ്ഞിരുന്നു. 24 കൊല്ലം. ഇനി കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തമിഴക വെട്രി ഘടകത്തിന്റെ സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രഖ്യാപിക്കും. രാവിലെ 11-ന് ചെന്നൈയിലെ സ്വകാര്യ ഹോട്ടലിൽ പാർട്ടി അധ്യക്ഷൻ വിജയിയാണ് പട്ടിക പുറത്തിറക്കുക. ചടങ്ങിൽ 234 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തും. പുതുച്ചേരിയിൽ മത്സരിക്കുന്ന 30 സ്ഥാനാർത്ഥികളും പരിപാടിയിൽ പങ്കെടുക്കും. TVK അധ്യക്ഷൻ വിജയ് ചെന്നൈയിലെ പെരമ്പൂരിൽ മത്സരിക്കുമെന്നാണ് സൂചന. ഇന്നലെ ചെന്നൈയിലെ പെരമ്പൂരിൽ നിന്ന് പ്രചാരണം തുടങ്ങാനായിരുന്നു TVKയുടെ തീരുമാനം. എന്നാൽ പോലീസ് അനുമതി നിഷേധിച്ചു. ഇതിനെതിരെ വിജയ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥർ DMKയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും ഇവരെ സ്ഥലം മാറ്റണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സോണിയാഗാന്ധിയെ ഉടൻ ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഡൽഹി സർ ഗംഗാറാം ആശുപത്രി. ആരോഗ്യനിലയിൽ മികച്ച പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. പനിയെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഹജ്ജ് ക്യാമ്പായ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന് ഖിലാഫത്ത് മെമ്മോറിയൽ ഇസ്ലാമിക് സെന്ററിൽ തുടക്കമായി. രാഷ്ട്രീയ സാമുദായിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ 10,000-ഓളം ഹാജിമാർ പങ്കെടുക്കും. വീട്ടിൽ നിന്നിറങ്ങി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തുന്നതുവരെയുള്ള കർമ്മങ്ങൾ വിശദമായി വിവരിക്കുന്ന ക്യാമ്പിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുന്നംഗം അബ്ദുസമദ് പൂക്കോട്ടൂരാണ് നേതൃത്വം നൽകുന്നത്. ഹജ്ജ് കർമ്മങ്ങളിൽ സൂക്ഷ്മത പുലർത്തണമെന്ന്
പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇവിടെ കൂടിയ നിങ്ങൾ, അതുപോലെ തന്നെ എത്രയോ ആളുകൾ, ആയിരക്കണക്കായ ആളുകൾ ഹജ്ജിന് വേണ്ടി ഉദ്ദേശിച്ച് യാത്രക്ക് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെല്ലാമാണോ വിശുദ്ധ ഭൂമിയിൽ ഹജ്ജിന് എത്തുന്നത് അവർക്കെല്ലാം അപ്പോഴും മഹ്റൂറുമായ ഹജ്ജിൻ്റെ പ്രതിഫലത്തെ സർവശക്തി നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായി നിശ്ചയിച്ച് നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പ്രസിഡന്റ് ജുഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടനം. ചടങ്ങിൽ 25 വർഷം തുടർച്ചയായി ഹജ്ജ് ക്യാമ്പിന് നേതൃത്വം നൽകിയ അബ്ദുസമദ് പൂക്കോട്ടൂരിനെ ആദരിച്ചു. ക്യാമ്പ് ഇന്ന് സമാപിക്കും. 24 മലപ്പുറം. IPL വാർത്തകൾ. IPL ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ. മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകരും എതിരാളികളും ഒരുപോലെ ഏറ്റെടുത്തൊരു ഡയലോഗ്. കഴിഞ്ഞ 13 സീസണിലും ആദ്യ മത്സരത്തിൽ ജയിക്കാനായിട്ടില്ല മുംബൈക്ക്. പക്ഷേ പ്രിയ എതിരാളികളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ സ്വന്തം തട്ടകത്തിൽ ചരിത്രം തിരുത്താനിറങ്ങുകയാണ് ഹാർദിക് പാണ്ഡ്യയും കൂട്ടരും. മുംബൈ പതിവ് ആവർത്തിക്കുകയാണെങ്കിൽ ഫ്രീയായി 2 പോയിന്റ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അജിൻക്യ രഹാനെയുടെ നൈറ്റ് റൈഡേഴ്സും അംഗത്തിനിറങ്ങുന്നു. ഈ ടീം കപ്പടിച്ചില്ലെങ്കിൽ അത്ഭുതമെന്ന് പറയിപ്പിക്കുന്ന സംഘമാണ് മുംബൈ ഇന്ത്യൻസിൻ്റേത്. ബാറ്റിംഗിൽ രോഹിത് ശർമ്മ, ക്വിന്റൻ ഡീകോക്ക്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, നമാൻദിർ, ഷർഫൈൻ റുദർഫോർഡ്. ബൗളിംഗിൽ ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹാർ, ഷാർദുൽ താക്കൂർ, മിച്ചൽ സാന്നർ. ഓൾറൗണ്ട് മികവുമായി ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും വിൽ ജാക്സൺ. 6ാം കിരീടം അകലെയല്ലെന്ന് മുംബൈ മോഹിക്കുന്നു. ടീമിൽ വമ്പൻ അഴിച്ചുപണികളുമായി കിരീടം തിരിച്ചുപിടിക്കാനെത്തുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 25 കോടി കൊടുത്തു വാങ്ങിയ കാമറൂൺ ഗ്രീൻ, അജിൻക്യ രഹാനെ, ഫിന്നലൻ, റിങ്കു സിംഗ് എന്നിവരിലാണ് KKRന്റെ ബാറ്റിംഗ് പ്രതീക്ഷകൾ. സുനിൽ നരൈൻ, വരുൺ ചക്രവർത്തി സ്പിൻ ജോഡി മികച്ചതെങ്കിലും പരുക്ക് പേസ് നിറയെ പ്രഹരമേൽപ്പിച്ചത് മറികടക്കണം കൊൽക്കത്തയ്ക്ക്. സ്പോർട്സ് ഡെസ്ക് 24. ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് ഓഫർ ഇപ്പോൾ കേസായി മാറിയിട്ടുണ്ട്. തവനൂരിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മുസ്ലിം ലീഗ് നേതാവ് UDF സ്ഥാനാർത്ഥി VS ജോയിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിദേശയാത്ര ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുക്കുന്ന കമ്മിറ്റിക്ക് ഒരു വിദേശയാത്ര വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം ഏതായാലും ഇപ്പോൾ കേസായി മാറിയിട്ടുണ്ട്. അതിൽ കേസ് എടുത്തിരിക്കുകയാണ്. അത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്നത് അന്ന് തന്നെ വന്നതാണ്. അപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ജമ്മു കശ്മീരിലെ സോജില പാസിലെ ഹിമപാതത്തിന് പിന്നാലെ ഗാണ്ടർബാളിലും ഹിമപാത മുന്നറിയിപ്പ്. ഉയർന്ന പ്രദേശങ്ങൾ, കുന്നിൻ പ്രദേശങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം സോജില പാസിലുണ്ടായ ഹിമപാതത്തിൽ 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രതികൂല കാലാവസ്ഥയിൽ വാഹനങ്ങൾ കടത്തിവിട്ടതിനെതിരെ വിമർശനവും ശക്തമാണ്. ഇടത് ചായ്വ് പുലർത്തുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല. കഴിഞ്ഞ 2 തവണയും വോട്ടുകൾക്ക് വിള്ളൽ വീഴാതിരിക്കാനുള്ള കാരണം നിലവിലെ MLA CK ഹരീന്ദ്രന്റെ ജനപ്രീതിയെന്ന് LDF ക്യാമ്പ് വിലയിരുത്തുന്നു. ഇത്തവണയും പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് CK ഹരീന്ദ്രൻ 24നോട് പറഞ്ഞു. എങ്ങനെയുണ്ട് നിലവിലെ പ്രചരണം? കാലാവസ്ഥ അതികഠിനമാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പും നല്ല ചൂടിലാണ്. സഖാക്കൾ ഈ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി രംഗത്തുണ്ട്. എന്തൊക്കെ പറഞ്ഞാണ് ജനങ്ങളോട് വീണ്ടും വോട്ട് ചോദിക്കുന്നത്? അതിനൊരു പ്രത്യേക ഒരു ധൈര്യം വേണം. കാരണം 2 തവണ ഇവിടെ മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അപ്പോൾ പറഞ്ഞത് തന്നെ പറയാൻ കഴിയില്ല. ആകെ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന, സാമൂഹ്യക്ഷേമ, അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ കേരളത്തിലൊട്ടാകെ നടപ്പിലാക്കി പിണറായി സർക്കാർ. ഈ മണ്ഡലത്തിലും ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതികൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കാനുള്ള പരിശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുൻ MLA ആയിട്ടുള്ള AT ജോർജ് ഒരു വിമത നീക്കമൊക്കെ നടത്തിയിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ചിരുന്നു. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ അതല്ലേ, വിഭാഗീയതയിലൂടെ വളർന്നു നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയല്ലേ. മൂല്യാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ ആ പാർട്ടിക്കൊരു പ്രിൻസിപ്പൽ ഉണ്ടാവില്ലേ. പറഞ്ഞു കബളിപ്പിക്കുക, പരസ്പരം താൽക്കാലികമായി പറയുക കൂടെ നിൽക്കുന്നവരോട്. ഇതൊക്കെ അവർ ചെയ്തു വരുന്ന ഒരു ശീലമല്ലേ. ഇത്തവണ കോൺഗ്രസ് ശക്തമായൊരു മത്സരം കാഴ്ചവെക്കുന്നുണ്ടോ മണ്ഡലത്തിൽ? നെയ്യാറ്റിൻകര സനറാണ് സ്ഥാനാർത്ഥി. അതിൽ കോൺഗ്രസ്സിന് സാമാന്യം സ്വാധീനമുള്ള മണ്ഡലം ആയിരുന്നു എന്ന് വേണം പറയാൻ.
സ്വാഭാവികമായി അവർക്കും അതിനുള്ളൊരു 16 വരെ അതിനുള്ള ആത്മബലം അവർക്ക് ലഭിച്ചു എന്ന് വരും. പ്രധാനമായ മത്സരം കോൺഗ്രസും ഇടതുപക്ഷ മുന്നണിയും തമ്മിൽ തന്നെയാണ്. അതല്ലേ എനിക്ക് പറയാനാവൂ. എങ്ങനെയാ നല്ല ഒരു ഭൂരിപക്ഷം ഉണ്ടാവും തോന്നുന്നുണ്ടോ? കുറഞ്ഞ സമയങ്ങൾ അത് ബാധിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? പിന്തുണയ്ക്കുന്ന ബഹുജനങ്ങൾ അവരുടെ ഒരു ആത്മവിശ്വാസവും അവരിൽ എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞ വിശ്വാസ്യതയുമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കരുത്ത് നൽകുന്നത്. അവർ എനിക്ക് നൽകുന്ന പിന്തുണയാണ് എനിക്ക് കരുത്തായുള്ളത്. അവരിൽ ഞാൻ അർപ്പിച്ച വിശ്വാസമാണ് എനിക്ക് വോട്ടായി മാറുന്നത്. മികച്ച ആത്മവിശ്വാസം, മികച്ച ഭൂരിപക്ഷം, അങ്ങനെ തന്നെ അല്ലേ? തീർച്ചയായും എനിക്ക് ആ ആത്മവിശ്വാസമുണ്ട്. ജനങ്ങളിൽ ഉള്ള എൻ്റെ വിശ്വാസമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ സിറിലിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥികൾ അങ്ങനെ ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ്. ഇന്റർനാഷണൽ ന്യൂസിൽ ഒരു ചെറിയ അപ്ഡേഷൻ. അമേരിക്കയിൽ വീണ്ടും നോ കിങ്സ് പ്രതിഷേധം. ഈ ട്രംപിന്റെ ഭരണത്തിന് എതിരെ, അല്ലെങ്കിൽ ട്രംപ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം ഉണ്ടായ ജീവിത ചെലവിലെ വർധനയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് 50 സ്റ്റേറ്റുകളിലായി 3300 പ്രതിഷേധ പരിപാടികൾ നടന്ന ആയിരക്കണക്കിന് ആളുകളാണ് അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുന്നത്. അവിടെയും യുദ്ധവിരുദ്ധ ഈ രീതിയിൽ നോക്കിങ്സ് പ്രതിഷേധം അമേരിക്കയിൽ നടക്കുന്നത്. പക്ഷേ ഇറാന്റെ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇങ്ങനെയൊരു പ്രതിഷേധം. എന്നാലും ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.